നമ്മുടെ അടഞ്ഞ വാതികൾ തുറക്ക്, വീട്ടു വരാന്തയിലേക്ക് ഇറങ്ങ്. പ്രഭാതത്തിൽ ഉണർന്ന ഉടനെ ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയെടുക്കല്ല. ഇസ്രായേലിലെ പട്ടാളക്കാർ രാവിലെ ഉറക്കെളിഞ്ഞ ഉടനെ ഗാസയിലേക്ക് 3 മിസൈലിന് തീ കൊടുക്കും. എന്നിട്ട് അവർ പല്ലുവരെ തേക്കും. അതവരുടെ രാവിലത്തെ ദിനചര്യ. ഇപ്പോൾ പാവപ്പെട്ട കുട്ടികളെ കൊല്ല ആദ്യം മിസൈലിന് തീ കൊടുക്കും. നമ്മളെ വീട്ടിൽ എന്താ ആദ്യത്തെ പണി? 3 അടുപ്പ് ടിക്ക് ടിക്ക് 3 മിസൈലിന് തീ കൊടുക്കും, കത്തിക്കും. ഭക്ഷണം കഴിക്കാനുള്ള സാധനം. നമ്മൾ മുറ്റത്തിറങ്ങും. ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിയിട്ട് അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ചൊല്ല്. പ്രിയതമേ പ്രഭാതമേ, വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കുദാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മൊട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ. ഒരു കവിത ചൊല്ല്. അല്ലേ യേശുദാസിന്റെ ഒരു പാട്ട്, ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല. മണിക്കൂർ നേരം മുറ്റത്തെ പൂക്കളെ നോക്കി, പൂമ്പാറ്റിയെ നോക്കി, വഴിയിലൂടെ പോകുന്ന കിളികളെ നോക്കി, പൂച്ചക്കുട്ടിയെ നോക്കി, ഒന്ന് മക്കളോടൊത്ത് വർത്തമാനം പറഞ്ഞ് സഹനാവവതു ഒരുമിച്ച് ചർച്ച ചെയ്തിട്ട് മാത്രം ഭക്ഷണം ഉണ്ടാക്കേണ്ടത് കയറിയാൽ മതി കേട്ടോ. മനസ്സിനെ ഉണർത്തൂ, മനസ്സിനെ ഉണർത്തൂ. മാനസ പത്മതീർത്ഥമേ ഉണരൂ. അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടും. ഭാരതത്തിൽ ആദ്യത്തെ പ്രാർത്ഥന ഓം നമഃശിവായ ഓം നാരായണായ എന്നൊന്നുമല്ല. ആദ്യത്തെ പ്രാർത്ഥന ധിയോയോന പ്രചോദയാത്, ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും. ഉള്ളില് വെളിച്ചം വർദ്ധിപ്പിക്കുക. അത് സൗന്ദര്യം, നന്മ, സത്യാന്വേഷണം. ഇതാണ്. അതാ സത്യം, ശിവം, സുന്ദരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ്. അത്തരത്തിൽ നമ്മൾ ഓരോ ദിവസവും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സമൂഹത്തെയും നവങ്ങളായി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. തിന്നുന്ന മൃഗം മാത്രമാകല്ല, ചിന്തിക്കുന്ന ചിന്തയാണ് വളരേണ്ടത്. പക്ഷെ ഇപ്പം അടുത്ത കാലത്ത് എന്നോട് ക്ഷമിക്കുക, ചിന്ത എൻ്റെ വള്ളി എടുത്ത് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിട്ട് വളർത്താനാ ആളുകൾ താല്പര്യം. തിരിയണ്ടാക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയാം. ലോകമറിയപ്പെടുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ് ദയാഭായി. അവര് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധർക്ക് വേണ്ടി തിരുവനന്തപുരത്ത് സത്യാഗ്രഹം കിടന്നു. ഞാനന്ന് യുവാക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മുഴുവൻ സർവേ നടത്തി. ഒരൊറ്റ ചെറുപ്പക്കാരൻ അവരുടെ ഒരു ഫോട്ടോ, ആ വാർത്ത കമന്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒരു അഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല. ആരും മൈൻഡ് ചെയ്തില്ല. അവരൊരു സ്ത്രീയാ. എന്നാൽ 2 മാസം കഴിഞ്ഞപ്പോ കൊച്ചിയിൽ മറ്റൊരു സ്ത്രീ വന്നു. അവർ ഈ രാജ്യത്തിന്റെ വളർച്ചക്കോ സാംസ്കാരികതയ്ക്കോ ഒരു സംഭാവനയും ചെയ്തില്ല. അവർ വന്നപ്പോ 2 ലക്ഷം യുവാക്കൾ മോട്ടോർ സൈക്കിളും കാറും എടുത്തിട്ട് കൊച്ചി ടൗണിൽ പോയി. കൊച്ചി ടൗണ് സ്തംഭിച്ചു പോയി. അവരുടെ പേര് സണ്ണി ലിയോൺ എന്നാ. അവരെ കാണാൻ പോയി. എന്തെന്നാ കാണാൻ പോയേ? സണ്ണി ലിയോണിന്റെ മനസ്സാണോ, ചിന്തയാണോ? വള്ളി മാറ്റിയ ചിന്ത. അത് കാണാനാ പോയേ. ഇപ്പൊ കേരളത്തിലെ ഉദ്ഘാടന സദസ്സുകൾ പണ്ട് മന്ത്രിമാർ, MLA മാർ, അല്ലെ പാണക്കാട്ട് തങ്ങൾ, ഇവരൊക്കെയായിരുന്നു തുണിക്കടകൾ ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നാൽ പണ്ട് നസീർ, മമ്മൂട്ടി, മോഹൻലാലിയെല്ലാം കൊണ്ട് ഇപ്പം എല്ലാം മാറ്റി ഒരു നടി. എന്താ നടിക്ക് പ്രത്യേകത? അവർ അഭിനയിക്കുന്ന നടി തന്നെയാ. പക്ഷേ അവരെ കുറ്റം പറയണ്ട. ഈ കാണാൻ പോകുന്ന ആള് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് വള്ളി മാറ്റിയ ചിന്തക്കാ. ആളെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്താണ് നമ്മുടെ നാടിങ്ങനെ? നമ്മുടെ യുവാക്കൾ പഠിക്കുന്നില്ലേ? നല്ല അറിവ് നേടുന്നില്ലേ? അവരെ പക്ഷേ സംസ്കാരത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിലേക്ക് കൊണ്ടുവരണം. സംസ്കാരത്തിന് രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന് സംസ്കാരവും വേണം. ഇത് രണ്ടും കൂട്ടിച്ചേർക്കുന്ന പ്രസ്ഥാനമാണ് യുവകലാസാഹിതി. സംസ്കാരത്തിന് രാഷ്ട്രീയം വേണം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കലും വോട്ട് ചെയ്യലും അല്ല. നിങ്ങളുടെ വീട്ടിൽ രാഷ്ട്രീയമുണ്ടോ? എന്താ? അച്ഛനും അമ്മയും മക്കളും മൊബൈൽ ഫോണും ടിവിയും ലാപ്ടോപ്പും എല്ലാം മാറ്റിവെച്ചിട്ട് ലോകത്തെ പറ്റി ചർച്ച ചെയ്തോ? കഴിഞ്ഞ ആഴ്ച മാതൃഭൂമി പത്രത്തിൽ 17 കോടി രൂപയ്ക്ക് ലേലത്തിന് വിറ്റ ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചു. ആ ചിത്രം ഒരു ഊഞ്ഞാലാടുന്ന ഒരു മലയാളി സ്ത്രീയുടെ ചിത്രമാണ്. ആ ചിത്രം നിങ്ങളുടെ വീട്ടിൽ തൂങ്ങിച്ചത്തവും കെട്ടുതുള്ളിയും വാർത്തകൾ പങ്കുവെക്കുമ്പോൾ ഈ ചിത്രം കാണിച്ചിട്ട് ചർച്ച നടത്തിയ എത്ര വീടുണ്ട് ഈ നാട്ടിൽ? കണ്ടിട്ടുണ്ടോ ആ വാർത്ത? ആ ചിത്രം വരച്ചത് 17 കോടി രൂപ വില കിട്ടിയ ആ ചിത്രം വരച്ചത് ആരാന്നറിയോ? മലയാളിയായ രാജാ രവിവർമ്മ. ഈ വാർത്ത പത്രത്തിൽ വന്നിരുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചോ? ഇല്ല. വറ്റിപ്പോയ പുഴകളുടെ വാർത്തകൾ നമ്മൾ കാണുന്നു. പക്ഷെ 40 കൊല്ലം മുമ്പ് വറ്റിപ്പോയ ഒരു പുഴ വീണ്ടും ഒഴുകുന്നു എന്ന വാർത്ത സ്വിറ്റ്സർലൻഡ് ചാനലിൽ വന്നു. സ്വിറ്റ്സർലൻഡ് ചാനൽ 40 വർഷം മുമ്പ് വറ്റിപ്പോയൊരു പുഴ 10 വർഷമായി വീണ്ടും ഒഴുകുന്നു. ഒരു ദിവസം മുഴുവൻ ആ ചാനലിൽ ആ വാർത്ത മാത്രമേ ഉണ്ടായിരുന്നു, വേറെ ഒന്നുമില്ല. ഈ പുഴ എങ്ങനെയാ ഒഴുകിയേ? അവിടുത്തെ പുഴ, അവിടുത്തെ മനുഷ്യര്, അവിടുത്തെ ജീവജാലങ്ങൾ എല്ലാം. അതെവിടെയാണെന്നറിയോ ആ പുഴ? ഇന്ത്യയിൽ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തോ? ഇന്ത്യയിൽ എവിടെയാണെന്നറിയോ? അത് കേരളത്തിൽ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തോ? കേരളത്തിൽ എവിടെയാണെന്നറിയോ? നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയിൽ പാലക്കാട് അട്ടപ്പാടിയിലെ ഭവാനിപ്പുഴയുടെ കൈവഴിയായ കൊടുങ്കരപ്പള്ളം വീണ്ടും ഒഴുകാൻ തുടങ്ങി. നമ്മൾ ഒരൊറ്റ പത്രവും നമുക്ക് റിപ്പോർട്ട് ചെയ്തില്ല. എന്നാൽ സ്വിറ്റ്സർലൻഡ് ചാനലിൽ എൻ്റെ മോനെ അത് കണ്ടെത്തിയത് എന്നെ കാണിച്ചു തന്നു. ഇങ്ങനൊരു വാർത്തയുണ്ട്. ഞാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഞാനത് ജില്ലാ പഞ്ചായത്തിൽ അവതരിപ്പിച്ചു. ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ 18-ാം തീയതി ഒരു വാനിൽ 23 മെമ്പർമാരും വാനിൽ കയറി സൈലന്റ് വാലിക്ക് താഴെയുള്ള അവിടുത്തെ ഡോർമെട്രിയിൽ പോയിട്ട് താമസിച്ച് 19, 20, 21 3 ദിവസം ഞങ്ങൾ ആ പുഴയെ പറ്റി പഠിച്ചു. എങ്ങനെയാണ് ആ പുഴ വീണ്ടും ഒഴുകിയത്? അട്ടപ്പാടി ഹിൽ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി അഹാഡ്സിന്റെ നീർത്തട മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് പുഴ ഒഴുകിയത്. നിങ്ങൾക്കത് കാണണോ? 1985 നമ്മുടെ ഭരതൻ സംവിധാനം ചെയ്ത മോഹൻലാലിന്റെ സിനിമയുണ്ട് താഴ്വാരം. ആ സിനിമ കാണുക. വരണ്ടുണങ്ങി അട്ടപ്പാടിയെ കാണാം. എന്നിട്ട് നിങ്ങൾ ഒരു 4 കൊല്ലം മുമ്പ് ഇറങ്ങിയ അയ്യപ്പനും കോശിയും സിനിമ കാണാം. അതേ സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്തുക. നല്ല പച്ചപ്പായ അട്ടപ്പാടി കാണാം. ആ മാറ്റമാണ് ആ പുഴയെ ഒഴുക്കിയത്. പക്ഷേ ഇത്തരത്തിലൊരു വാർത്ത നിങ്ങൾ ആരും TV കണ്ടോ, പത്രത്തിൽ കണ്ടോ? ഇല്ല. നമുക്ക് നെഗറ്റീവ് വാർത്തകളെ വേണ്ടൂ. നമുക്ക് പോസിറ്റീവ് ആകാം. നല്ല വാർത്തകളുണ്ട്. സുഗതകുമാരി ടീച്ചർ പറഞ്ഞ പോലെ പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ട് ഇവിടെ. എല്ലാം പരുക്കനല്ല. നന്മയുടെ വാർത്തകൾ നമുക്ക് ഊതിക്കത്തിക്കാം. ആ നന്മയുടെ വാർത്തകൾ ഊതിക്കത്തിക്കാൻ, തിന്മയുടെ വാർത്തകളെ തമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ് യുവകലാസാഹിതി. അത്തരത്തിലുള്ള യുവകലാസാഹിതിയുടെ ഈ കൈമലശ്ശേരിയെ പ്രവർത്തകർ സമൂഹത്തിൽ എന്ത് നടന്നാലും കൈമലർത്തുന്നവരാകരുത്. എനിക്കറിയില്ല, കൈമലർത്തുന്നവരല്ല കൈമലശ്ശേരിക്കാർ, അതിനോട് പ്രതികരിക്കുന്നവരാണ്. ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണെന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ആലം ഉടയോൻ എന്ന് കേട്ടിട്ടില്ലേ? ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയോൻ. തിരുവിതാംകോട് എന്ന് കേട്ടില്ലേ? തിരുവിതാംകോട്. അതുപോലെ പ്രപഞ്ചം എൻ്റെ നാടാക്കി മാറ്റിയ ആലങ്കോടാണ് അതിൻ്റെ പ്രസിഡന്റ്. പ്രപഞ്ചം എൻ്റെ നാട് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഈ പ്രസ്ഥാനം, അതിൻ്റെ പ്രവർത്തകരെ നിങ്ങൾ സഹായിക്കുക. അതിനെ കൂടെ രാഷ്ട്രീയമൊന്നും നോക്കണ്ട, നന്മയുടെ രാഷ്ട്രീയം, അതിൻ്റെ കൂടെ നിൽക്കുക. ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നിന്റെ പാർട്ടി ഏതാ, നിന്റെ കുടുംബം ഏതാ, നിന്റെ മതം ഏതാന്ന് ചോദിക്കൂല. നിന്റെ കഴിവെന്താ, നീ പാട്ട് പാടുമെന്ന് ചോദിക്കും, നീ കവിത എഴുതുമെന്ന് ചോദിക്കും. അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ വാർഷികം ഉപകരിക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ വൈകിയ വേളയിലും നാടകം കാണാൻ വന്നിട്ട് ഞങ്ങളുടെ പ്രസംഗവും സഹിച്ചിരുന്നതിന് നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും അറിയിച്ച് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.